അസ്സലാമലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സലാഡായിട്ടാണ്. അടിപൊളി ഒരു സലാഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആ സലാഡയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ദണ്ട നോക്കിക്കാണി 3 കളർ ഗ്രീന്, പച്ച, ചുവപ്പ് പകുതി വീതം ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ബ്രഷ് ചെയ്തെടുത്തതാണ്. അത് നോക്കും, അത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് നോക്കിക്കോളി, പാർസലി ലീവ്സ് എന്ന് പറയുമ്പോൾ ബഗ്ദൂനസ് അത് ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ബർഗ് ലെയ്റ്റൂസാണ് എടുത്തിട്ടുള്ളത്. ഐസ്ബർഗ് ലെയ്റ്റൂസ് ഇതേമാതിരി ഒരു ചെറിയ ഐസ്ബർഗ് ലെയ്റ്റൂസ് വലിയ പീസാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബേബി സ്പിനാച്ചാണ്. സ്പിനാച്ച് എല്ലാവർക്കും കിട്ടുമല്ലോ, പാലക്കും സ്പിനാച്ചും ഒക്കെ. അപ്പോൾ ഇത് ബേബി സ്പിനാച്ചാണ്. അത് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ. പിന്നെ ഞാൻ അടുത്ത എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സെയ്റ്റൂൺ ഒലിവ് കായ കട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ നോക്കൂ, ഒരു ബൗള് ചോളം സ്വീറ്റ് കോണാണ്. അത് ഞാൻ ഇതേമാതിരി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ചെറിയാണ്, ഒരു ബൗള് ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാതളത്തിൻ്റെ സീഡാണ്. ഒരു മുറി ഒന്നിൻ്റെ പകുതി പൊളിച്ചതാണ്. ഇതാ നോക്കൂ, റൊമാൻ സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കൊന്ന് സോസ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് ഞാൻ ബ്രഷ് ചെയ്ത് വെച്ച ആ വെളുത്തുള്ളി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലെമൺ ജ്യൂസാണ്, ഒരു 2 വലിയ ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. 2 ടീസ്പൂൺ മതി, 2 ടീസ്പൂൺ ആഡ് ചെയ്ത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈത്തൂൺ കായലിലൊക്കെ ഒലിവോ കായലൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യാവൂ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഒരല്പം മതി, ഒരടപ്പ് മതി ആപ്പിൾ സൈഡർ വിനീഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കാം. നോക്കൂ, നല്ലതുപോലെ ഈ സോസ് ഉപ്പെല്ലാം കൂടെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അതിലോട്ട് ചെറിയ തക്കാളി ഇട്ടു, ഒലിവ് കായ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒലിവ് കായ ഇട്ട് നോക്കൂ, സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുത്തു. നോക്കൂ, ബെൽ പേപ്പർ. അടുത്തത് റൊമാൻ സീഡ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. കളർഫുൾ. അടുത്തത് നമുക്ക് ഈ ലീവ്സുകളെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലീവ്സുകളും ഇതിലോട്ടൊന്ന് നമുക്ക് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നോക്കൂ, എല്ലാം മിക്സാക്കിയിട്ട് ഞാൻ ഈ ട്രേയിലോട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കാണി നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ഈ സലാഡ്. വാവ്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അത്രയും സൂപ്പറായിട്ടുള്ളൊരു സലാഡിന്. ഈ സലാഡ് നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ സലാഡ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.